ചങ്ങായിമാരെ തന്റെ വീടിന്റെ അടിയിൽ വന്നിട്ട് നിരന്തരം പൂര തെറി വിളിക്കുന്ന ചാണക സംഖ്യക്ക് രാജീവ് കമൽ എന്ന പേരുള്ള ചേച്ചി കൊടുത്ത മനോഹരമായ മറുപടിയാണ് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. ഈ ചേച്ചി സംഖ്യകളെ നല്ലോണം വിമർശിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ വീഡിയോ ഇടുന്ന ഒരു ചേച്ചിയാണ്. സംഘികൾ വിരിച്ച് ഇവരെ പോയിട്ടുണ്ടല്ല പൂര തെറി വിളിച്ചെങ്കിൽ ഇവർ പേടിച്ചിട്ടുണ്ടല്ല ആ വീഡിയോ ഇടലങ്ങ് നിർത്തുന്നു. പക്ഷെ സംഘികൾ തെറി വിളിക്കാൻ തുടങ്ങിയപ്പോഴുണ്ടല്ല ഇവരുണ്ടല്ല ഒരു ദിവസം ഒരു വീഡിയോ ഒരു ദിവസം ഉണ്ടല്ല രണ്ട് വീഡിയോ ആയിട്ട് അങ്ങ് കൂട്ടിക്കളഞ്ഞു. സംഘികളുടെ വിചാരം ഉണ്ടല്ലോ എല്ലാരും അവരെ പോലെ ഉണ്ടല്ല പേടിച്ച് ഷൂ നോക്കി മാപ്പോർന്ന ടീംസ് ആണെന്ന് സംഘികളുടെ വിചാരം. പക്ഷെ ഈ ചേച്ചിയുള്ള സംഘികൾ തെറി വിളിക്കുന്നതിനുണ്ടല്ല വീഡിയോന്റെ എണ്ണം കൂട്ടിയിട്ട് സംഘിലുണ്ടല്ല വീണ്ടും കുരു പൊട്ടിച്ചോണ്ടേയിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ചേച്ചി ഉണ്ടല്ല ചാണക സംഖ്യ കൊടുത്ത അടിപൊളി മറുപടി ഒന്ന് കേട്ടിട്ട് വന്നാലോ. വാ, ഈ വീഡിയോ ചാണകങ്ങൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്കറിയാം പലതരത്തിലുള്ള ചാണകങ്ങളുണ്ട്. അതിൽ ഏറ്റവും വിശേഷപ്പെട്ടതാണ് ചാണകം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ ആ ചാണകം കണ്ടു കഴിഞ്ഞാൽ ചവിട്ടാതെ ഒരു സൈഡിൽ കൂടെ നടന്നു പോകും. ചില ആളുകൾ അങ്ങനെയല്ല, ചാണകത്തിൽ ചവിട്ടുകയും ചെയ്യും, അതിനകത്ത് കിടന്ന് ഉരുളുകയും ചെയ്യും. അപ്പൊ അതിൽ വിശേഷപ്പെട്ട ഒരിനം ചാണകങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ചാണകത്തിനേക്കാൾ പ്രശ്നക്കാരായിട്ടുള്ള ചില ആൾക്കാരുണ്ട്. ചാണകം പിന്നെയും നമുക്ക് സഹിക്കാം. ചാണകത്തിനകത്ത് രൂപപ്പെടുന്ന ഒരു പുഴുവുണ്ട്. അതായത് ഒരു പശുവോ കാളയോ ഒക്കെ ചാണകം ഇട്ട് കഴിയുമ്പോൾ കുറെ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ പിറ്റേ ദിവസമോ അതിനകത്തൊരു പുഴു ഉണ്ടാവും. അങ്ങനെയുള്ള കുറെ പുഴുക്കൾ ഇതിനകത്തുണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിലുള്ള അങ്ങനെ കുറെ ചാണകത്തിനെ നമുക്ക് പിന്നെയും സഹിക്കാം. ചാണകത്തിനകത്തുള്ള പുഴുക്കളുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. ചില ആളുകളുണ്ട് ഒരു പണിയുമില്ല, ബാക്കിയുള്ളവരോട് ചോദിക്കും നിങ്ങൾക്ക് പണിയില്ലേ. ഇവരുടെ പ്രധാനപ്പെട്ട പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളോ ചെറുപ്പക്കാരോ അല്ലെങ്കിൽ പ്രായമുള്ളവരോ ആരോ ആയിക്കോട്ടെ എന്തെങ്കിലും ഒരു വീഡിയോ ഇടുവാണെങ്കിൽ, ഞാൻ നേരത്തെ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ അടിയിൽ വന്നിട്ട് കമന്റുകൾ ഇങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കുക. ഇതവരുടെ ഒരു തൊഴിലാണ്. ആയിക്കോട്ടെ, ഇവർക്കൊന്നും തന്നെ നമ്മൾ പറയുന്ന ആശയം ആ ആശയമായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് പറയാൻ അറിയില്ല. ഇവരുടനെ നമ്മളെ പേഴ്സണലി ഹേർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. ഇവിടെ ആർക്കും ഒന്നും ഹേർട്ട് ആവാൻ പോകുന്നില്ല. നിങ്ങൾ ഇതും ഇതിന്റെ അപ്പുറവും പറയുമെന്ന് അറിയാവുന്നവരാണല്ലോ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് എന്തെങ്കിലും വീഡിയോ ഇടുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത്രമാത്രം പ്രശ്നമാണ് ഇവിടെ നമുക്ക് കേരളത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം പ്രശ്നമാണ്. ഞാൻ യു പിയിലുള്ളവരെയോ അല്ലെങ്കിൽ ഗുജറാത്തിലുള്ള ഏതെങ്കിലും ഒരു വിഷയം കണ്ടാലോ ഞാൻ ചിലപ്പോൾ പ്രതികരിക്കും. ഇനി ഇവിടെ ഉള്ളതാണെങ്കിലും ചിലപ്പോൾ പ്രതികരിക്കും. എനിക്ക് തോന്നുന്നതാണ് ഞാൻ പ്രതികരിക്കുന്നത്. എനിക്ക് എല്ലാം പ്രതികരിക്കാൻ എനിക്ക് തോന്നാറില്ല, ഞാൻ പ്രതികരിക്കില്ല. അതുകൊണ്ട് ചിലർ ചോദിക്കും നിനക്ക് ഇതറിയാവൂ, മറ്റതറിയില്ലേ, മറിച്ചതറിയില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എനിക്കറിയാവുന്നത് എന്താണ്, എന്റെ താല്പര്യങ്ങൾ എന്താണെന്ന് എനിക്ക് നിങ്ങൾ ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. പിന്നെ എനിക്ക് പ്രതികരിക്കണമെന്ന് തോന്നുന്ന വീഡിയോ പ്രതികരിക്കാനാണ് എനിക്കിഷ്ടം. ഇതിന് ആരുടെയും വക്കാലത്തിന്റെ ആവശ്യം എനിക്കില്ല. പിന്നെ നിങ്ങൾക്ക് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കേരളത്തിൽ നിന്ന് അങ്ങ് യു പിയിലോട്ടോ ഗുജറാത്തിലോട്ടോ ഇനി മറ്റ് സംസ്ഥാനങ്ങളിലോട്ടോ BJP ഭരിക്കുന്ന എവിടെ വേണോ നിങ്ങൾ പൊക്കോ. അവിടെ പോയിട്ട് എന്തെങ്കിലും പ്രയോജനമുള്ള അവിടുത്തെ സ്കൂളുകളോ അതുപോലെ തന്നെ ആശുപത്രികളോ എന്തെങ്കിലുമൊക്കെ ശോചനീയാവസ്ഥയിലുണ്ടെങ്കിൽ അതൊന്ന് ചെന്ന് ക്ലീൻ ചെയ്യുകയോ അവിടെ 2 കട്ട എടുത്ത് വെച്ചൊന്ന് സിമന്റ് ഒക്കെ ഇട്ടൊന്ന് വൃത്തിയാക്കുകയോ അതൊക്കെ നിങ്ങൾ ചെയ്യൂ. ഇതിനകത്ത് വന്നിരുന്ന് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും വിമർശിച്ചു കഴിഞ്ഞാൽ അവരെ കയറി ചൊറിയാനും മാന്താനും പോവാതെ നിങ്ങൾക്ക് എത്ര ഡീസന്റ് ആയിട്ട് പോയി ആ കാര്യങ്ങൾ ചെയ്യാം. അത് ചെയ്യാതെ ഇവിടെ ഇരുന്ന് ആരെങ്കിലും സംസാരിക്കണമെങ്കിൽ മതം പറയുക, വർഗീയത പറയുക, മറ്റ് മതസ്ഥരാരെങ്കിലും ന്യൂനപക്ഷ സമൂഹത്തിലുള്ള ഏതെങ്കിലും മതസ്ഥർ പറയുകയാണ്, പിന്നെ മുസ്ലിം സമുദായത്തിലുള്ള ആരെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ പറയും നീ പാകിസ്ഥാനിൽ പോക്കോടാന്ന് പറയും. പാകിസ്ഥാനിൽ പോ, നീ അവിടെ ഇവിടെ പോകുന്നൊക്കെ പറയല്ലോ. നിങ്ങൾ പൊയ്ക്കോളൂ, നിങ്ങൾ യുപിയിലോ മറ്റുള്ള എവിടെ വേണമെങ്കിലും നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോകാമല്ലോ. നിങ്ങൾ കേരളത്തിൽ ജീവിച്ചുകൊണ്ട് കേരളത്തിൽ ഇരുന്നുകൊണ്ട് ആർക്കും യുപിയെ പറ്റി പറയാൻ പാടില്ല, അതുപോലെ തന്നെ ഗുജറാത്തിനെ പറ്റി പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ പോയി പറഞ്ഞാൽ മതി. ഓക്കെ, നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകളെടുത്ത് പറയുന്നത് പോലെ ഈ സാമൂഹികമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്ന സ്ത്രീകളെടുത്ത് സംസാരിക്കാൻ വരേണ്ട ആവശ്യം നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നവരടുത്തൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് അവിടെ ഇരുത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടിൽ കിടക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആരും വരേണ്ട ആവശ്യമില്ല. ഗുജറാത്തിലെ സ്കൂളുകളുടെ ശോചനീയമായ അവസ്ഥ കണ്ട ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി ചാണകങ്ങൾക്ക് മൊത്തത്തിൽ ഞാനത് ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിങ്ങളൊരു കാര്യം ചെയ്ത് ഇനി പോയി അവിടെ പോയിട്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങളുടെ മക്കളെയും പിടിച്ചോണ്ട് പോയി അവിടെ അഡ്മിഷൻ എടുത്ത് നിങ്ങൾ അവിടെ ജീവിച്ചോളൂ. ഇവിടെ ആർക്കും ഒരു പരാതിയില്ല, ഒന്ന് പോയി കിട്ടിയാൽ മതി. ബാക്കിയുള്ളവരെ വെറുതെ ഇരുന്ന് ചൊറിയാൻ വരിക, വേറെ ഒരു പണിയുമില്ല. എന്റെ വീഡിയോയുടെ താഴെയിൽ വന്ന് നിങ്ങൾ കമന്റ് അടിച്ചോളൂ. നിങ്ങൾ കമന്റ് അടിച്ചെന്ന് വിചാരിച്ച് ഇവിടെ ആരും പേടിച്ചോടി പോകുന്നൊന്നും വിചാരിക്കേണ്ട. ഓക്കെ, അത് മാത്രമല്ല എന്റെ വീഡിയോയ്ക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ എന്ത് കമന്റ് അടിച്ചാലും എനിക്കൊരു പ്രോബ്ലവും ഇല്ല. ഒരുത്തരുണ്ട് ഒരു വേണ്ട എന്റെയൊക്കെ പേര് പറയാതിരിക്കുന്നതാണ് നല്ലത്. എന്റെയൊക്കെ പേര് പറഞ്ഞാൽ പോലും പിന്നെ 10 പ്രാവശ്യം പോയി നമ്മൾ കുളിക്കേണ്ടി വരും. അതുകൊണ്ട് അത് പറയുന്നില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ളവരെ മര്യാദ പഠിപ്പിക്കാതിരിക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം.
ഞാൻ എന്ത് വീഡിയോ ഇടണം, ആരെയൊക്കെ വിമർശിക്കണം, ആരെ വിമർശിക്കേണ്ട, നിങ്ങൾ ആ വിവരം കണ്ടില്ലേ, ഏത് കണ്ടാലും എനിക്ക് കണ്ണൊക്കെ ഉണ്ട്, ഞാൻ കണ്ടോളാം. അത് എനിക്ക് ഇഷ്ടമാണ്. എന്താണ് ഞാൻ പറയേണ്ടതെന്ന് അത് നിങ്ങളുടെ ആരുടെയും സർട്ടിഫിക്കറ്റോ നിങ്ങളുടെ ആരുടെയും ആവശ്യങ്ങളോ എനിക്കില്ല. ഓക്കെ, അപ്പൊ ഈ കാണാൻ പോകുന്ന വീഡിയോ എല്ലാ ചാണകങ്ങൾക്കും ചാണകത്തിലെ പുഴുകൾക്കും വേണ്ടിയിട്ട്, ചാണകങ്ങളും അന്ന് മാത്രമല്ല ചാണകത്തിനെക്കാട്ടിയും ഗതികേടായിട്ട് ആ ചാണകത്തിനകത്ത് ജീവിക്കാൻ വേണ്ടി വന്ന് പറ്റിപ്പിടിക്കുന്ന കുറച്ച് പുഴുക്കളുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നതാണ് ഈ വീഡിയോ. મેનેજર यहाँ के स्कूल के जाइए અહીંયા સ્ટુડન્ટ ભણે છે, બેગ જોઈ શકે છે અને અહીંયા સ્ટુડન્ટ નવા પણ ભણે છે. पर मुझे नाम बताइए कि ट्रस्टी का नाम क्या है, आपका नाम क्या है? आप जवाब दीजिए मुझे. आप यहाँ के प्रिंसिपल हैं. प्रिंसिपल एक शब्द નથી બોલી રહ્યા. એક જ વોશરૂમ છે ગર્લ્સ અને બોયઝ વચ્ચે સ્કૂલમાં, જેની હાલત કંઈક આવી છે. આ જોઈ શકે છે સ્ટોર રૂમ બનાવીને રાખ્યો છે વોશરૂમ ને. अच्छा, दांडी रोड सूरत पर आवेली श्री सांकेत हिंदी विद्यालय. आ क्लासरूम છે અહીંયા ના, નથી દરવાજા, નથી બારી, કશું જ નથી. આવી બેન્ચીસ માં સ્ટુડન્ટ્સ ભણે છે. કોઈ સેફટી નહીં, કઈ ઇક્વિપમેન્ટ્સ નહીં, કશું જ નહીં. ये लोग परेशान कर रहे हैं, इनको बोलिए जाए. बोलो ना आपको जवाब. हाँ, मैं दीजिए. प्रिंसिपल हूँ भाई. आप यहाँ के प्रिंसिपल है. ऐसी सर हालत क्यों है स्कूल की? मरम्मत होने वाली है. कब होने वाली है? जब मरम्मत होने वाली है, स्टूडेंट यहाँ पर क्यों पढ़ रहे हैं? ऐसी हालत में स्टूडेंट्स पढ़ेंगे. गर्ल और बॉय बच्चे एक ज वॉशरूम છે આખી સ્કૂલમાં. સર आप मुझे बताइए आप जाइए, नाम क्या परेशान है કે શું હાલત કેમ છે, ટ્રસ્ટીનું નામ શું છે? એક આન્સરનો જવાબ અહીંયાના પ્રિન્સિપલ નથી આપી રહ્યા. ആ പെൺകുട്ടി ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യത്തിനുണ്ടല്ലോ, ആ സ്കൂളിന്റെ പ്രിൻസിപ്പൾ ഉണ്ടല്ല, പ്രിൻസിപ്പളിന് ഉത്തരവില്ല. പ്രിൻസിപ്പൾ മൊബൈൽ എടുത്തിട്ട് ഓടിയാണ്, ആരെയൊക്കെയോ വിളിച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നു. ഗുജറാത്തിലേക്ക് ഒരു സ്കൂളിന്റെ അവസ്ഥ നോക്കിയട്ടെ. ഈ ചാണക സംഖ്യയിലാണ് നമ്മളെ കേരളത്തിനുണ്ടല്ല ഗുജറാത്ത് മോഡലാക്കും, UP മോഡലാക്കും എന്നൊക്കെ ഇങ്ങനെ തള്ളി വിടുന്നത്. അയ്യോന്റെ ചാണക സംഖ്യകളെ നമുക്കുണ്ടല്ല, നിങ്ങൾ ഇമാതിരി ഗുജറാത്ത് മോഡലും ഇമാതിരി UP മോഡലും ഉണ്ടല്ല നമ്മളെ കേരളത്തിന് ആവശ്യമില്ല. നിങ്ങളെ കയ്യിലുള്ള ഇത്തരം മോഡലുകൾ ഉണ്ടല്ല, നിങ്ങളെ കയ്യിൽ തന്നെ വെച്ചോ. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുണ്ടല്ല യാതൊരു സൗകര്യം ഇല്ലെങ്കിൽ അവിടുത്തെ പട്ടികൾക്കും പശുക്കൾക്കൊക്കെ ഉണ്ടല്ല നല്ല സൗകര്യമാണ് അവിടുത്തെ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്. പിന്നെ സംഖ്യയിലോട്ടുള്ള ഈ ചേച്ചി പറഞ്ഞത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. നിങ്ങൾക്കുണ്ടല്ല ഇത്തരം മോഡലുകളാണ് ഇഷ്ടം കണ്ടില്ല, നിങ്ങളുണ്ടല്ല ഗുജറാത്തിലേക്കോ UPയിലേക്കോ എവിടെ വേണമെങ്കിൽ പോട്. നമ്മൾ നല്ലവരായ മലയാളികളുണ്ടല്ല ഈ കേരളത്തിലുണ്ടല്ല സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ അങ്ങ് ജീവിച്ചു പോയിക്കോളും. അങ്ങനെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുന്ന നമ്മളാ ചാണക സംഖ്യകളെ നമ്മൾ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ശല്യപ്പെടുന്നത്? ഈ ചാണക സംഖ്യയുടെ സ്ഥിരം പരിപാടിയാണ്. അവർക്കെതിരെ ആരെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്ത്രീകൾ വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ, ഈ ചാണക സംഖ്യകളെ പറ്റി അവരുണ്ടല്ല പൂര തെറി വിളിക്കും. തെറി എന്നെല്ലാം പറഞ്ഞുള്ള അജ്ജാതി വൃത്തികെട്ട തെറിയാണ് ഈ ചാണക സംഖ്യകൾ വിളിക്കുക. എന്താ ചെയ്യുക? സമരം ചെയ്യുന്ന സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികളുണ്ടല്ല, അവർ ബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നവരാണെന്ന് പറഞ്ഞ TG മോഹൻദാസിനോട് വാദിക്കുന്ന ഈ ചാണക സംഖ്യയിൽ നിന്ന് വേറെന്ത് പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട്? അതുകൊണ്ട് ഇവന്മാരുണ്ടല്ല ഇവരെ വീട്ടിലെ സ്ത്രീകളെ, പ്രത്യേകിച്ച് ഇവരുടെ അമ്മയോടും പെങ്ങളോടൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഇങ്ങനെയുണ്ടല്ല തെറികളായിട്ട് കമന്റ് ബോക്സിൽ കൊണ്ട് ഇടുന്നത്. അതുകൊണ്ട് അത്തരം വൃത്തികെട്ട ടീമിൽ നിന്ന് വേറൊന്നും ആരും പ്രതീക്ഷിക്കണ്ട. അപ്പോഴെന്തായാലും ചാണക സംഖ്യകളെ കണ്ടം വഴി ഓടിച്ച രാജീവ് കമലം ചേച്ചിക്കും ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.